ഹലോ, ഇതേ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ ഐറ്റത്തിലേക്ക് ഞങ്ങളെ ഞാൻ കൊണ്ടുപോകണം. സംഭവം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ നോക്കിയേ. ഇതാണ് സ്പെഷ്യൽ ഐറ്റം. കണ്ടോ, ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ എറണാകുളംകാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എറണാകുളം കോട്ടയം ഭാഗത്തൊക്കെ ഞായറാഴ്ചകളിലെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഒരു സാധനം. അതായത് ഉപ്പിൽ വെന്ത ബീഫ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഉപ്പിൽ വെന്ത ബീഫെന്നോ ഉപ്പിട്ട് വേവിച്ച ബീഫെന്നോ ഉപ്പിലിട്ട ബീഫെന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ ഉപ്പിലിട്ട ബീഫെന്ന് പറയുന്നെങ്കിലും കുറേ ഐറ്റംസൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പലപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ലുക്ക്. കാണാൻ വലിയ ലുക്കൊന്നുമില്ലെങ്കിലും കഴിക്കാനിത് അടിപൊളിയാണ്. വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ബീഫ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഐറ്റംസിൽ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണത്. അതുകൂടാതെ ബീഫിൻ്റെ തനതായ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്, ബീഫ് ലവേഴ്സിന് ശരിക്കും ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് ഈ കാണുന്ന ഉപ്പിട്ട് വേവിച്ച ബീഫ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് പല ഭാഗത്തും ഉപയോഗിക്കുന്നതെങ്കിലും ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഡിന്നറിനാണ്. എന്തായാലും വളരെ പെട്ടെന്ന് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് പെട്ടെന്ന് വന്നിട്ട് എന്തിൻ്റെ കൂടെ കഴിക്കണം നോക്കാം. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ ഉപ്പിട്ട ബീഫിന് ആവശ്യമായ ഐറ്റംസ് എല്ലാം പക്ക കൊണ്ടുവച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ ബീഫ് കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൊഴുപ്പും എല്ലുമൊക്കെ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. എങ്കിലേ ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതിലൊരു പ്രഷർ കുക്കറിലേക്ക് ഇടുക കേട്ടോ. ചെറിയ കുക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു സവാള കേട്ടോ. ചെറിയ സവാള ഒരെണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി കേട്ടോ. എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ഞാൻ സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കണ്ടേ. കറിവേപ്പില കുറച്ച് അധികം തന്നെ കൊടുക്കുക. ഇതുണ്ടോ, കുറച്ചധികം എടുത്തിട്ടുണ്ട് കറിവേപ്പില. ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. നമ്മളിതിൽ എരിവിന് വേണ്ടി ചേർക്കുന്നത് കുരുമുളകും പച്ചമുളകും കേട്ടോ. അതാണ് നിറം കിട്ടാത്തത്. ഇത് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാട്ടോ. പിന്നെ ഒരു 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണ. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഐറ്റംസ് ഫുള്ള് റെഡിയാണ്. ഇനി ചെയ്യേണ്ടത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് തന്നെ ചെയ്യണം, എങ്കിലേ ശരിക്കും മിക്സ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ബീഫ് കുക്ക് ചെയ്യുമ്പോൾ ആവശ്യത്തിന് വെള്ളം അതിന് ഊരി ഇറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇത് വളരെ ചെറിയൊരു കുക്കറാണ്. ഞങ്ങളിതിൽ ചെയ്യുന്ന സാധാരണ ഒരു 4 വിസിൽ ഹൈ ഫ്ലെയിമിലും 4 വിസിൽ ലോ ഫ്ലെയിമിലും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. ഈ ഇരിക്കുന്ന 8 വിസിലിൽ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാം എന്ന ചോദ്യത്തിൻ്റെ റിപ്ലൈ ആണ് ഈ ഇരിക്കുന്നത്. പുട്ടാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലോ ചപ്പാത്തീൻ്റെ കൂടെ വേണമെങ്കിലോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ പുട്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നറാണ് ഈ ചിരട്ടപ്പുട്ടും ഈ പുട്ട് വേവിച്ച ബീഫും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. യെസ്, അപ്പോൾ 4 പേർക്കും കൂടിയാണ് 4 പുട്ട്. ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് കഴിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഗ്രേവി എന്ന് പറയുമോ, സ്റ്റോക്ക് എന്ന് പറയും. ഇത് കോരി ഇങ്ങനെ പുട്ടിലേക്ക് ധാരാളമായിട്ട് ഒഴിക്കുക കേട്ടോ. യെസ്, അപ്പം ഇതിങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കുക. ശരിക്കും ഈ ഒരു സ്റ്റോക്കിൽ പുട്ട് നന്നായിട്ടൊന്ന് മിക്സായി കിടണം കേട്ടോ. അടിച്ചോട്ടെ. റിയലി അടിപൊളി കേട്ടോ. നിങ്ങളൊരു ബീഫ് ലവറാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ.